ജോസ് കെ മാണി ക്യാപ്റ്റനായ LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി 11-ന് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകുന്നതിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS അരുൺകുമാർ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. ജോസ് കെ മാണി ക്യാപ്റ്റനായ LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി 11-ന് രാവിലെ മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS അരുൺകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ക്രിസ്തുമസ് ദിനത്തിൽ പള്ളിയിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തിയെന്നത് ശരിയാണെങ്കിലും മറുഭാഗത്ത് ക്രൂരമായിട്ടുള്ള ആക്രമണം നമ്മൾ കണ്ടു. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, വേഷവിധാനത്തിന്റെ പേരിൽ, സംസ്കാരത്തിന്റെ പേരിൽ, അതുപോലെ ആഘോഷങ്ങളുടെ പേരിൽ, അതുപോലെ ഓരോ തരത്തിൽ ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആക്രമണ പരമ്പര വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കള്ളക്കേസിൽ കുടുക്കി രാജ്യദ്രോഹിയാക്കി ജയിലിലിടും. ചെയ്ത കുറ്റം എന്തെന്നറിയാതെ, അതുപോലെ എന്ന് നിങ്ങളുടെ വിചാരണ തുടങ്ങുമെന്നറിയാതെ കള്ളക്കേസിൽ കുടുക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ നമ്മൾ ഈ രാജ്യത്ത് കാണുകയാണ്. ഒരു തരത്തിലും പ്രതിഷേധത്തിന്റെ സ്വരത്തെ ഇവർ ഉൾക്കൊള്ളുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചിത്രീകരിച്ചാൽ പറഞ്ഞാൽ അപ്പൊ പറയും രാജ്യദ്രോഹ കുറ്റമാണ്. ഗവൺമെന്റിനെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് രാജ്യദ്രോഹ കുറ്റമായി മാറുക? ഗവൺമെന്റിന്റെ ചെയ്തികൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അതാണ് പ്രതിപക്ഷത്തിന്റെ കടമ. എന്നാൽ ആ പ്രതിപക്ഷത്തിന്റെ കടമ നിർവഹിക്കുമ്പോൾ അവരെ ഇടതുപക്ഷമുണ്ടായിരുന്നു. CPI മണ്ഡലം സെക്രട്ടറി ജോളി പട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴ മണ്ഡലം കാൽനട ജാഥ ഫെബ്രുവരി 1 മുതൽ 5 വരെ പര്യടനം നടത്തും. 1001 അംഗ ജനറൽ കമ്മിറ്റിയും 201 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഉൾപ്പെടുന്ന സംഘാടക സമിതിയെയാണ് യോഗം തെരഞ്ഞെടുത്തത്. ജോളി പട്ടയ്ക്കൽ, അനീഷ് M. മാത്യു, ഷൈൻ ജേക്കബ് എന്നിവരാണ് ഭാരവാഹികൾ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ്, ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു, ഏരിയ കമ്മിറ്റി അംഗം MR പ്രഭാകരൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാബു പോൾ, എൽദോ എബ്രഹാം, KA നവാസ്, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈൻ ജേക്കബ്, KNL സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മലി മേപ്പാട്, ജില്ലാ പ്രസിഡന്റ് ബൈജു പായിപ്ര, RJD നിയോജക മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞൻ ശശി, കോൺഗ്രസ് S നിയോജക മണ്ഡലം പ്രസിഡന്റ് OK ഷാജൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.